ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് 7ാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. സോ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ, ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ആദ്യത്തെ ഒരു പോയിന്റ്, ബംഗാളിലെ നഗോഡകൾ എന്താണെന്നുള്ളത് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെക്കണം. നഗോഡകൾ എന്നാൽ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ട പേരാണ് എന്ത്, നഗോഡകൾ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ട പേരാണ് നഗോഡകൾ എന്ന് വിളിക്കപ്പെട്ടത് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ്. അപ്പോൾ ഇതിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ പല പോളിസികളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പല വിഭാഗങ്ങളെയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കർഷകരാണെങ്കിലും നെയ്ത്തുകാരാണെങ്കിലും കൈത്തൊഴിലാണെങ്കിലും ഗോത്രവർഗ്ഗക്കാരാണെങ്കിലും ഒക്കെ അവരെ വളരെയധികം എന്ത് ചെയ്തിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല പോളിസികളും കമ്പനി ഭരണത്തിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പലപ്പോഴും എന്ത് ചെയ്തു, ഇവരൊക്കെ അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഉണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കർഷകർക്കെതിരെ എന്ന് വെച്ചാൽ കർഷകർക്കെതിരെ ഇവരെന്തൊക്കെയാണ് പോളിസികൾ ആദ്യം എടുത്തെന്നുള്ളതാണ് ആദ്യത്തെ പറയുന്നത്. അപ്പോൾ ഈ പോയിന്റുകളിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ആദ്യമായിട്ട് എന്താണ്, കർഷകരിൽ നിന്ന് സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഭരണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കമ്പനി ഭരണം കൊണ്ടുവന്നതെന്നുള്ളതാണ് ഈ ഒരു പോയിന്റുകളിൽ പറയുന്നത്. അപ്പോൾ ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതിൽ ഓർത്തോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഈ ഒരു പോയിന്റ്, ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ്, ജമീന്ദാർമാർ അല്ലെങ്കിൽ ജമീന്ദാർമാർ എന്ന് വെച്ചാൽ ആരാണെന്നുള്ളത്. ഇപ്പോൾ നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി ഇടനിലക്കാരായിട്ട് നിന്ന ആളുകളാണ് എന്ത്, ജമീന്ദാർമാർ അല്ലെങ്കിൽ ജമീന്ദാർമാർ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ആ ഒരു പോയിന്റ് നിർബന്ധമായിട്ട് ഓർത്തോക്കണം. പിന്നെ രണ്ടാമത്തത് സാഹുക്കാർ എന്നുള്ളത് പണത്തിനായിട്ട് കർഷകർക്ക് പണം പലിശക്ക് കൊടുക്കുന്ന ആളുകളെ വിളിച്ചിരുന്ന പേരാണിത്, സാഹുക്കാർ. അപ്പോൾ ആ രണ്ട് ടേം, ജമീന്ദാർമാരും സാഹുക്കാർ ആരാണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം, അവിടെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തത് കർഷകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി കർഷകർ എന്ത് ചെയ്തു, ഇവർ പുഷ് ചെയ്യാൻ തുടങ്ങി, അവരെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. ഈ പരുത്തിയും ചണവും നീലവും ഒക്കെ വളരെ അധികം ക്വാണ്ടിറ്റിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴുള്ള പ്രശ്നം എന്താണ്, അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് വളരെ കുറയും അല്ലേ. ഇത് ഭക്ഷ്യധാന്യമല്ലല്ലോ. ഈ പരുത്തി ആണെങ്കിലും ചണമാണെങ്കിലും നീലാണെങ്കിലും ഒക്കെ എന്താ, വാണിജ്യ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ആ ഭക്ഷ്യധാന്യങ്ങൾ, ഇപ്പോൾ നെല്ല് ഗോതമ്പ് പോലുള്ളത് എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കുന്നത് പൊതുവെ കുറയാനും തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെയിൽവേയുടെ തുടക്കം, അതായത് റെയിൽവേ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ടൈമിൽ ഇവർക്ക് ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊരു പോയിന്റ് ഓർത്ത് വെക്കാനുള്ളത്, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച ഡേറ്റ് കേട്ടോ. ആദ്യത്തെ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ആരംഭിച്ചത്. അത് എവിടം മുതൽ എവിടം വരെയാണ്, ബോംബെ ടു താനെ വരെയാണ്. ബോംബെ മുതൽ താനെ വരെയായിരുന്നു ആദ്യത്തെ ആ ഒരു സർവീസ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ചോദിക്കാറുണ്ട്, 1861 എന്ത് ചെയ്തത്, കേരളത്തിലെ ആദ്യമായിട്ട്, അത് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത്. അപ്പോൾ ആ പോയിന്റുകൾ എന്ത് ചെയ്യണം, ഓർത്തോക്കണം. ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റുകൾ, ഈ ബോക്സ് എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിക്കണം. ഇനി കർഷകരുടെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ഇനി അടുത്ത വരുന്നത് ഗോത്ര ജനതക്കെതിരെയാണ്. ഗോത്ര വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഗോത്ര വിഭാഗങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗോത്രം എന്താണ്, ഗോത്രം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഗോത്രക്കാർക്കെതിരെ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഗോത്ര മേഖലകളിലുള്ള, പ്രത്യേകിച്ചും വനമേഖലകളിലുള്ള പല വസ്തുക്കൾ എടുക്കുന്നത് ഗോത്രവർഗ്ഗക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെയ്ത്തുകാർക്കെതിരെ, അതായത് നെയ്ത്തുകാരുടെ ഒരു സ്ഥിതിയും വളരെ മോശമായിരുന്നു. അതായത് കൈത്തറി മേഖല തന്നെ തകർന്നു പോകാൻ തുടങ്ങി. കൈത്തറി മേഖല തകർന്നു പോകാനുള്ള കാരണങ്ങളാണ് ഈ ഒരു 3 പോയിന്റുകൾ പറയുന്നത്. അതായത് അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി എന്ത് ചെയ്തു, ബ്രിട്ടനിലേക്ക് അയച്ചു. അതേപോലെ ബ്രിട്ടനിൽ നിന്ന് യന്ത്രം നിർമ്മിക്കുന്ന വില കുറഞ്ഞ തുണിത്തരങ്ങളിലെ അത് വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ ഇവിടെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാനുള്ള ഒരു അവസരം ഈ നെയ്ത്തുകാർക്ക് നഷ്ടമാകാൻ തുടങ്ങി. അതേപോലെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഈ ഉയർന്ന നികുതി ചുമത്താൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി, അതായത് നെയ്ത്ത് ഇൻഡസ്ട്രി എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും തകർന്നു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്.
അപ്പോൾ അങ്ങനെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പോൾ അത് നോക്കണം, ഇതെന്താ ഓർത്തുക്കേണ്ടത്, സന്യാസി കലാപവും ഫക്കീർ കലാപവും നടന്നത് എവിടെയാണെന്നുള്ളത്, അത് ബംഗാളിലാണ് കേട്ടോ. 18-ാം നൂറ്റാണ്ടിൻ്റെ ലാസ്റ്റോടെ ബംഗാളിൽ നടന്ന കലാപങ്ങളാണ് ഏത്, ഫക്കീർ കലാപവും അതേപോലെ സന്യാസി കലാപങ്ങളും. ഇനി 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മലബാർ ഏരിയകളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതിനുള്ള കാരണം എന്തായിരുന്നു? അതായത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവമുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആ കലാപങ്ങൾ അറിയപ്പെട്ട പേരാണെന്ത്, ഫറാസി കലാപങ്ങൾ. അപ്പോൾ ബംഗാളിൽ നടന്ന 3 കലാപങ്ങൾ നമുക്ക് ഓർത്തോക്കേണ്ട ഏതൊക്കെയാണുള്ളത്, ഇതൊക്കെ ഡീപ്പായിട്ട് വരും കേട്ടോ, നമുക്ക് ഇനി ഇതിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. ഒന്ന് സന്യാസി കലാപം, അതേപോലെ ഫക്കീർ കലാപം, പിന്നെ എന്താണ് ഫറാസി കലാപം. ഇത് 3 നടന്നത് എവിടെയാണ്, ബംഗാളിലാണ് നടക്കുന്നത്. ഇനി മലബാർ കലാപങ്ങളോ, 19-ാം നൂറ്റാണ്ടിലാണ് മലബാർ കലാപം. അത് നയിച്ചതാരാണ്, പാട്ടക്കുടിയന്മാരായിട്ടുള്ള മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഇനി കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ, ഇത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കലാപത്തിനിറങ്ങിയ ഓരോ സ്ഥലത്തും ഏതൊക്കെ ഗോത്ര വിഭാഗങ്ങളാണ് കലാപത്തിന് ഇറങ്ങിയെന്നുള്ളത് ചെയ്യണം, അവിടെ പഠിച്ചു നോക്കണം. അപ്പോൾ മറാത്തയിൽ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗമാണ് ബീലുകൾ. അതേപോലെ അഹമ്മദനഗറിലാണ് കോലികൾ, ചോട്ടാനാഗ്പൂരിലെ കോളുകൾ, രാജമഹൽ കുന്നിലുള്ള സാന്താൾമാർ, വയനാട്ടിലുള്ള കുറിച്ചർ. അപ്പോൾ ഇത് ഓരോന്നും ഇവർ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കലാപം നയിച്ചതെന്നുള്ളത് ചെയ്യണം, അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടാണ് കുറിച്ചർ ഏത് സ്ഥലത്താണ് കുറിച്ചർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ചതെന്ന് വെച്ചാൽ എവിടെയാണ്, വയനാട്ടിലാണ്. ഇതിൽ സാന്താൾമാർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സാന്താൾ കലാപം നമുക്ക് എല്ലാവരും തന്നെ താഴെ വരുന്നുണ്ട്. അപ്പോൾ സാന്താൾ വർഗം, ഗോത്രവർഗം താമസിച്ചിരുന്നത് അല്ലെങ്കിൽ അവർ വിപ്ലവം നയിച്ചത് രാജ്മഹൽ കുന്നുകളിലാണ്. താജ്മഹലല്ല, രാജ്മഹലാണ്. രാജ്മഹൽ കുന്നുകളിലാണ് ഇവരെന്ത് ചെയ്തത്, ആ ഒരു വിപ്ലവം നയിച്ചത്. അപ്പോൾ അടുത്തത് നമുക്ക് സാന്താൾ കലാപത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓൾറെഡി പറഞ്ഞു, ബംഗാൾ പ്രവിശ്യയിൽപ്പെട്ട രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത എന്ത് ചെയ്തത്, താമസിച്ചിരുന്നത്. അപ്പോൾ ഇവർ കൊള്ളപ്പലിശക്കാരെയും കമ്പനി ഉദ്യോഗസ്ഥരെയും ചൂഷണത്തിന് വളരെയധികം എന്ത് ചെയ്തു, ഇവർ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇവർ വിപ്ലവം നയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന് കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് സിദ്ധു അതേപോലെ കാൻഹു. ഈ 2 പേരെ ഓർത്തുകൊണ്ട്, സിദ്ധുവും കാൻഹുവും ആയിരുന്നു ഏത് കലാപത്തിന്, സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ. സിദ്ധുവും അതേപോലെ കാൻഹു. ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും അതേപോലെ കാൻഹുവാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സിലായിട്ട് ഒരു കോട്ട് കാണാം. അതായത് സിദ്ധു എന്നുള്ള രീതിയിൽ എന്താ സാന്താൾ ഗോത്രഗീതം എന്നുള്ള ഒരു ഇതിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓർത്ത് ഇതൊന്നും വായിക്കണ്ട. അതിൽ ഈ ഒരു ബുക്കിലാണ് അത് വന്നിരിക്കുന്നത്. ഏത്, എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസാൻഡ് ഇൻസർജൻസി എന്നുള്ള ഒരു ബുക്കിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് രണജിത്ത് ഗുഹയാണ്. അപ്പോൾ രണജിത്ത് ഗുഹയുടെ ബുക്കാണ് എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസാൻഡ് ഇൻസർജൻസി എന്നുള്ളത്. അപ്പോൾ അത് ഓർത്തുക്കണം. ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്ന ഓതറുടെ പേരാണ് രണജിത്ത് ഗുഹ. ഇനി അടുത്തത്, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരുമായിരുന്നു കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. അതായത് നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാർക്കും പൊതുവെ എന്ത് ചെയ്തു, അവരുടെ അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയും. അങ്ങനെ ഉണ്ടായ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരാണ് അടുത്ത പഠിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചെന്തായിരുന്നു, കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ, 5 പേരും 5 ഗോത്ര വിഭാഗങ്ങളും അവരുടെ സ്ഥലങ്ങളും പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഓരോ നാട്ടുരാജാക്കന്മാർ, അവർ ഏത് പ്രദേശത്താണ് കലാപത്തിന് ഇറങ്ങിയെന്നുള്ളതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത് വരുന്നതാണ് ഇത്, ഔദിലെ രാജാ ചെയ്ത് സിംഗ്. അപ്പോൾ രാജാ ചെയ്ത് സിംഗ് എവിടെയായിരുന്നു, ഔദിലാണ്. അതേപോലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, അത് മൂപ്പർ എവിടെയാണ്, തിരുനെൽവേലിയിലാണ് എന്ത് ചെയ്തത്, കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി ശിവഗംഗയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് മരുതു പാണ്ഡ്യനാണ്. അതേപോലെ മലബാറിൽ നേതൃത്വം കൊടുത്തത് പഴശ്ശിരാജയാണ്. കർണാടകയിൽ നേതൃത്വം കൊടുത്തത് കിട്ടൂർ ചെന്നമ്മയാണ്. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയാണ്. അതേപോലെ കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛനാണ്. അപ്പോൾ ഇത് ഓർത്ത് നോക്കണം. ഇതിൽ 3, 2, 5, 1, 5, 2, 7 പേര്, 7 നാട്ടുരാജാക്കന്മാരോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ പേരുകളാണുള്ളത്. അവരുടെ അവർ കലാപം നയിച്ച സ്ഥലവുമാണ് നമുക്കിതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കേരളത്തിൽ നടന്ന കലാപങ്ങളെ പറ്റിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ, വടക്കേ മലബാറിൽപ്പെട്ട ഒരു പ്രദേശമാണ് കേട്ടോ കോട്ടയം, നമ്മുടെ കോട്ടയം ജില്ലയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വടക്കേ മലബാറിലെ കോട്ടയം മേഖലകളിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് ആരെ യുദ്ധത്തിന് ചെയ്യാൻ പ്രേരിപ്പിച്ചത്, പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ അത് ഓർത്തോട്ടോ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട് വനങ്ങളിൽ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. ഇനി പഴശ്ശിരാജയോടൊപ്പം പഴശ്ശിരാജയെ സഹായിച്ച ആളുകളുടെ പേരാണ് അടുത്ത് വരുന്നത്. അത് ഒന്ന് തലയ്ക്കൽ ചന്തു, അതേപോലെ കൈതേരി അമ്പു, എടച്ചന, കുങ്കൻ, അതേപോലെ അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് എന്ത് ചെയ്തത്,
യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. അടുത്തത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയായിരുന്നു. ദളവ എന്ന് വെച്ചാൽ വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയാണ് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത്. ഇനി കൊച്ചിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊച്ചിയിൽ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനായിരുന്നു അന്നത്തെ നേതൃത്വം കൊടുത്തത്. ഇനി 1809 കുണ്ടറയിൽ വെച്ച് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഈ വേലുത്തമ്പി ദളവ ഒരു ആഹ്വാനം ചെയ്തു. അതാണ് പ്രശസ്തമായ കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഓർത്തോക്കണം, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1809 കുണ്ടറ വിളംബരം. അത് ആരാണ് പുറപ്പെടുവിച്ചത്? വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം ഒന്ന് ഓർത്തോ. ഇനി ഇവിടെ ഒരു ബോക്സിലായിട്ട് നിങ്ങൾക്ക് പഴശ്ശിയുടെ അവസാന യാത്ര എന്ന് പറഞ്ഞൊന്ന് കാണാം. ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓർത്തോക്കുന്നത് മലബാറിലെ അന്നത്തെ സബ് കളക്ടറുടെ പേരൊന്ന് ഓർത്തോക്കണം, TH ബേബർ. കാരണം നമുക്കത് വരാനുണ്ട്. TH ബേബർ ആയിരുന്നു അന്നത്തെ മലബാറിലെ സബ് കളക്ടർ. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ എങ്ങനെയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്നുള്ളതാണ് അടുത്ത വരുന്നത് കേട്ടോ. അപ്പോൾ 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിയാൻ തുടങ്ങി. അതായത് എന്ത് ചെയ്തു? കമ്പനിയുടെ പട്ടാളം ഉണ്ടായിരുന്നു, കമ്പനി ഉദ്യോഗസ്ഥരുടെ കമ്പനിയുടെ കീഴിലുള്ള പട്ടാളം. അതിൽ ഇന്ത്യൻ സൈനികരുണ്ടായിരുന്നു. ആ ഇന്ത്യൻ സൈനികർ അറിയപ്പെട്ട പേരാണ് ശിപായിമാർ. അപ്പോൾ ഇവരും അതേപോലെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായിട്ട് അധികാരം നഷ്ടപ്പെട്ടു പോയ നാട്ടുരാജാക്കന്മാരും എന്നിവരൊക്കെ ആയിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ. ഇനി ശിപായിമാരുടെ, അന്നത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ സൈനികരായിരുന്നു ശിപായിമാർ എന്നറിയപ്പെടുന്നത്. ശിപായിമാരുടെ ജീവിതം എന്തായിരുന്നു? വളരെ ദുരിതത്തിലായിരുന്നു, പരമദയനീയമായിരുന്നു. അപ്പോൾ അത് എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ തുച്ഛമായ വേതനം, അതേപോലെ ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അതേപോലെ അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം, ഇവയൊക്കെയായിരുന്നു ഇവരുടെ ജീവിതം ഇങ്ങനെ ദുസ്സഹനീയമാക്കിയത്. പക്ഷേ ഇതിലേക്കാൾ കൂടുതൽ ഒരു സമയത്ത് എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർ പട്ടാളങ്ങൾക്കിടയിൽ ഒരു പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്യാൻ കാരണം. അപ്പോൾ ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അത് ഒരു പ്രത്യേകതയുള്ള തിരയായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നുള്ള വാർത്ത എന്ത് ചെയ്തു, പ്രചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് രണ്ട് മതവിഭാഗങ്ങൾ, അതായത് പശുവാണെങ്കിലും പന്നിയാണെങ്കിലും രണ്ട് മതവിഭാഗങ്ങളുടെ മുറിവേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പ്രചരണം പോയത്. അപ്പോൾ ഇസ്ലാം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും രണ്ടുപേർക്കും ഈ ഒരു വാർത്ത എന്ത് ചെയ്തു, അവരെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്നുള്ള വാർത്തയും എന്ത് ചെയ്തു, പരക്കാൻ തുടങ്ങി. ഇത് സൈനികരെ കൂടുതൽ എന്ത് ചെയ്തു, പ്രകോപിതരാക്കി. അങ്ങനെയാണ് ശിപായിമാർക്കിടയിൽ ആദ്യമായിട്ട് ഒരു പ്രതിഷേധം ഉയർന്നു വരാൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയ ആളായിരുന്നു മംഗൾ പാണ്ഡെ. അപ്പോൾ അത് ഓർത്തോക്കണം, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അതാരാണ്? മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ പിന്നെ എന്ത് ചെയ്തു, തൂക്കിലേറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയാണ്. ഇനി സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലായിരുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കലാപം പുറപ്പെട്ട സ്ഥലം എന്ന് ചോദിക്കാറുണ്ട്. അത് മീററ്റാണ്. മീററ്റ് എവിടെയാണ്? UP-യിലാണ്, ഉത്തർപ്രദേശിലാണ് മീററ്റ് വരുന്നത്. അപ്പോൾ മീററ്റും മംഗൾ പാണ്ഡെയും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോക്കണം. ഇനി അടുത്തതിൽ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമയത്ത് മുഗൾ ഭരണത്തിന്റെ തലപ്പത്തുള്ളത് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇവർ ചെയ്തത്. ഇവരെ ശിപായിമാരാണെങ്കിലും ബാക്കിയുള്ള ഇതിലെ ഈ ഒരു വിപ്ലവത്തിൽ പങ്കെടുത്ത എല്ലാവരും ചെയ്തത് അതാണ്. അങ്ങനെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരൊക്കെ കലാപത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാൺപൂർ, ലക്നൗ, അഹമ്മദാബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്തു, കലാപം പടർന്നു പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് അടുത്ത് വരുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. PSC-യിൽ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഓരോ സ്ഥലത്തും ഈ ഒരു വിപ്ലവം നയിച്ചത് ആരാണെന്നുള്ളത്. അത് കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബാണ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബാണ്. നാനാ സാഹിബിൻ്റെ ഒപ്പം ആരോ കൂടി ഉണ്ടായിരുന്നു, താന്തിയ തോപ്പി കൂടി ഉണ്ടായിരുന്നു. ഇനി ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണി എന്ന് നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ഇനി ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത്ത് മഹലാണ് എന്ത് ചെയ്തത്, ഈ ഒരു നേതൃത്വം നടത്തുന്നത്. അതേപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. അപ്പോൾ ഇതൊക്കെ ഓർത്തോക്കണേ. കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പിയും, ഝാൻസി എന്ന സ്ഥലത്ത് റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ് എന്നിവരാണ് എന്ത് ചെയ്തത്, ഈ കമ്പനിക്കെതിരെ സമരം നയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്നാൽ കലാപം എന്ത് ചെയ്തു, കമ്പനി അടിച്ചമർത്തി. പിന്നീട് കലാപം അടിച്ചമർത്തുകയാണ് ചെയ്തത്. അടിച്ചമർത്തതിന് ശേഷം എന്ത് ചെയ്തു, ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്തു, റങ്കൂണിലേക്ക് നാട് കടത്തുകയും ചെയ്തു.
അപ്പോൾ ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ്റെ ഒരു ചെറിയൊരു കോട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു വരികൾ ഇവിടെ കാണാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതെന്നാണ് അടുത്ത പറയുന്നത്. അപ്പോൾ അതും കൂടി ഓർത്തോക്കണം. കാരണം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പൊതുവെ ചോദിക്കാറുള്ളത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ പെടാത്തത് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇതിൽ പരാജയപ്പെടാനുള്ള മെയിൻ കാരണങ്ങൾ എന്തായിരുന്നു? ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഒരു ലീഡർ അങ്ങനെയൊന്നും എന്ത് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല. ഇനി കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയോ സംഘാടന മുഖവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. അപ്പോൾ കലാപകാരികൾ പൊതുവെ കുറവാണ്, അവർക്ക് സൈനിക ശേഷിയും കുറവായിരുന്നു. കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആയുധങ്ങളും കുറവായിരുന്നു സൈനികന്മാർക്ക്, ഈ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗങ്ങളെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതായത് ഇന്ത്യക്കാരിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്തില്ല, ഈ ഒരു കലാപത്തിനെ പിന്തുണച്ചില്ല. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. അതായത് അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തത്. ഇനി സമ്പന്നരായ നാട്ടുരാജാക്കന്മാരും എന്ത് ചെയ്തു, കമ്പനിക്കാണ് പിന്തുണ നൽകിയത്. കാരണം അവർ കലാപങ്ങൾ നയിച്ചത് പിന്നീട് അവർക്കെതിരെ ഈ ഒരു കലാപം വരുമെന്നുള്ളൊരു പേടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ നാട്ടുരാജാക്കന്മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പോയിന്റാണ്, അതൊക്കെ ഒന്ന് ഓർത്തോക്കണം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് കൂടെ കൊടുത്ത് കാണാം. അപ്പോൾ അതിൽ മീററ്റ്, അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്നത് UP-യിലാണ് മെയിൻ സ്ഥലങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തോക്കണം. പിന്നെ ഇതിൽ ഓർത്തോക്കാനുള്ളതിൽ ഇതിൽ ഓരോ സ്ഥലത്തും വിപ്ലവം നയിച്ച ആളുകളെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോക്കേണ്ടത്. ഇനി അടുത്തത്, കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരമായിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളത്. അപ്പോൾ സമരം പ്രത്യക്ഷത്തിൽ പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നടന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഇത്. ഇനി കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ചോദിച്ചാൽ അതേതായിരുന്നു? മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ഓക്കെ, അതായത് മതത്തിനതീതമായി, അതായത് മത സൗഹാർദ്ദമായിരുന്നു ഇതിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എല്ലാ മതക്കാരും എന്ത് ചെയ്തു, ഇതിൽ ഒന്ന് കൂട്ടായിട്ട് നിന്നിട്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ബഹദൂർ ഷായെ വിളിച്ചിരുന്ന പേരാണ് ഷാഹിൻ ഷാഹെ ഹിന്ദുസ്ഥാൻ. അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കാൻ ശിപായിമാരെ പ്രേരിപ്പിച്ചതും ഏതായിരുന്നു? ഈ ഒരു മത സൗഹാർദ്ദമായിരുന്നു, അല്ലെങ്കിൽ മതപരമായിട്ട് അവർക്കുള്ള ഒരു ഐക്യമായിരുന്നു. അപ്പോൾ ഷാഹിൻ ഷാഹെ ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹദൂർ ഷാ ആണ് കേട്ടോ. ബഹദൂർ ഷാ ആണ്. അതും കൂടി ഒന്ന് ഓർത്തോക്കണം. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പരാജയപ്പെട്ടെങ്കിലും ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വലിയൊരു മാറ്റം കൊണ്ടുവന്നു. ആ മാറ്റം നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്തു? ഇന്ത്യയിൽ അവസാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചാൽ പിന്നെ അതെന്തിലേക്ക് മാറി? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്കായിട്ട് മാറി. അങ്ങനെയാണ് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്തു? ഈ ഒരു ഇന്ത്യൻ ഭരണം ഏറ്റെടുക്കാൻ തുടങ്ങിയത് 1858 വിളംബരത്തോടെയാണ്. അതിന് കാരണമായത് 1857 എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം കൂടിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തോക്കണം. ഈ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പഠിക്കാനുണ്ട്. ഇതിലെ ഓരോ പോയിന്റുകൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് ചാപ്റ്റർ വായിച്ചാലേ മൊത്തത്തിൽ എന്ത് ചെയ്യും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, SCRT നിർബന്ധമായിട്ടൊന്ന് വായിച്ചു നോക്കണം. അതിനുശേഷം ഇതിൽ പഠിക്കാനുള്ള ഫാക്ടറുകൾ എന്ത് ചെയ്യുക, അതും ഒന്ന് വൃത്തിക്ക് പഠിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യ പുതുയുഗത്തിൽ, അതും മോഡേൺ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അടുത്ത വരുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ് അടുത്ത ടോപ്പിക്കിൽ നോക്കാം.